എല്ലാവർക്കും എൻ്റെ വലിയ നമസ്കാരം. ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു രസകരമായ അനുഭവമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഉറപ്പായും പുരുഷന്മാർ ഈ വീഡിയോ കേൾക്കണം. കാരണം ഒട്ടേറെ തട്ടിപ്പുകളിലേക്ക് രംഗത്തുണ്ടാകുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു ദിവസം ഒരു 40 വയസ്സുള്ള ഒരു യുവാവ് സ്റ്റേഷനിലേക്ക് കയറി വരികയാണ്. വന്നിട്ട് ഞങ്ങൾ പോലീസിനെ കുറിച്ച് പറഞ്ഞു, സാറേ ഞാനൊരു ആപത്തിൽപ്പെട്ടിരിക്കുകയാണ്, സഹായിക്കണം എന്നാണ് ചെറുപ്പക്കാരൻ പറയുന്നത്. ഞങ്ങൾ വിശദമായ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നത്, ഒരു ദിവസം അവനൊരു വാട്സാപ്പിൽ ഹായ് മെസ്സേജ് വന്നു. അതൊരു പെൺകുട്ടിയുടെ പ്രൊഫൈൽ പിക്ചറുള്ള ഒരു പ്രൊഫൈൽ പിക്ചർ പെൺകുട്ടിയുടേതായിരുന്നു. പിന്നെ ജീവന് ഹായ് അയച്ചു. പിന്നെ വാട്സാപ്പിൽ അല്പമൊക്കെ ചാറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നലെ രാത്രിയിൽ അവനൊരു വീഡിയോ കോൾ ആ ഫോൺ നമ്പറിൽ നിന്ന് വന്നു. എടുക്കുമ്പോൾ കണ്ടാൽ മിടുക്കിയായ ഒരു യുവതിയുടെ യുവതിയാണ് മറുതലയ്ക്കൻ. അവർ വീഡിയോ കോളിൽ കുറച്ച് നേരം സംസാരമൊക്കെ മാറി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ യുവതി അവളുടെ കുറേ നഗ്ന ഭാഗങ്ങളൊക്കെ വസ്ത്രമഴിച്ച് കാണിച്ചു കൊടുത്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ യുവതി ഇവനും ചെറുപ്പക്കാരോട് ആവശ്യപ്പെട്ടു, എൻ്റെയും വസ്ത്രങ്ങളൊക്കെ ഒന്ന് അഴിച്ചു മാറ്റി നഗ്ന കാണിക്കണം എന്ന് പറഞ്ഞ് ഇവനും വസ്ത്രങ്ങൾ മാറ്റി അവൻ നഗ്നയെ കാണിച്ചു കൊടുത്തു. കുറേ സമയം കഴിഞ്ഞപ്പോൾ ഈ ഫോൺ കട്ടായി. പുലർച്ചെ പിറ്റേന്ന് രാവിലെ ഇന്ന് ആ യുവാവിനൊരു ഫോൺ കോൾ വരികയാണ്. ആ ഫോൺ കോൾ എടുക്കുമ്പോൾ മറുതലയ്ക്കുന്ന ഒരു യുവാവാണ് വിളിക്കുന്നത്. വിളിച്ചത് പറഞ്ഞു, നീ എൻ്റെ ഭാര്യയെ വീഡിയോ കോൾ ചെയ്ത് നീ എൻ്റെ ഭാര്യയെ നിൻ്റെ നഗ്ന ഭാഗങ്ങളെ കാണിച്ചു കൊടുത്തു. ഞങ്ങളിതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ പോവുകയാണ്. സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ ഞങ്ങളുടെ അക്കൗണ്ടിൽ ഒരു ഗൂഗിൾ പേ നമ്പർ അയച്ചു കൊടുത്തു. പിന്നെ 1 ലക്ഷം രൂപ കൊടുക്കാൻ ഇവൻ വളരെ വിഷമത്തോടെ സങ്കടത്തോടെ 10,000 രൂപ ഇട്ട് കൊടുത്തു. 10,000 ഇട്ട് കൊടുത്തിട്ട് അവർ സമ്മതിക്കുന്നില്ല, കൂടുതൽ ഡിമാൻഡ് ചെയ്യുകയാണ്. കൊടുക്കാൻ പണമില്ലാതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്നത്. അപ്പോൾ യുവാവ് ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്, സാറേ ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കൊണ്ട് എൻ്റെ വിവാഹം കഴിഞ്ഞതാണ്, എൻ്റെ ഭാര്യയെ കണ്ടാൽ ഇത് കുടുംബജീവിതത്തെ ബാധിക്കും, എൻ്റെ മക്കൾ സ്കൂളിൽ പഠിക്കുകയാണ്, ഇവരുടെ ഭാവിയെ കുട്ടികളൊക്കെ കഴിഞ്ഞാൽ ഭാവിയെ ബാധിക്കുന്ന സാഹചര്യമാണ്, സഹായിക്കണം എന്നാണ് ആ ചെറുപ്പക്കാരൻ്റെ ആവശ്യം. പ്രിയപ്പെട്ടവരായ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇന്ന് കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ തട്ടിപ്പിൻ്റെ കാലഘട്ടമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിചയമില്ലാത്ത ഒരു ഫോൺ കോളിൽ വാട്സാപ്പിൽ ഹായ് മെസ്സേജൊക്കെ വന്നാൽ പ്രത്യേക സ്ത്രീകളുടെ ഫോട്ടോയൊക്കെ വെച്ച് തിരിച്ച് പ്രതികരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധി. അഥവാ പരിചയമില്ലാത്ത ഒരാളുടെ വീഡിയോ കോളുകൾ വന്നാലും എടുക്കാതിരിക്കുക. അഥവാ ഒരു സ്ത്രീകളുടെ പ്രത്യേകിച്ച് വീഡിയോ കോളൊക്കെ വന്ന് വസ്ത്രമൊക്കെ അഴിച്ച് കാണിക്കാൻ പറഞ്ഞാൽ, പ്രിയപ്പെട്ടവർ, ഇതൊന്നും രഹസ്യമാകില്ല. നമ്മൾ തട്ടിപ്പിന് വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. കേരളത്തിൽ എല്ലാവരും അഭ്യസ്തവിദ്യരായ ആളുകളാണ്. ഇത്തരം തട്ടിപ്പുകളിൽ പെടാതിരിക്കുവാൻ വേണ്ടി പ്രത്യേകമായി ശ്രദ്ധിക്കുന്നതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ശരിയെന്ന് തോന്നുന്നവർക്ക് പരമാവധി ആളുകളിൽ ഇതെത്തിക്കാം.